ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പാട്ടിൻ്റെ ദിവസമാണ്. മ്യൂസിക് തെറാപ്പിയുടെ 111ാമത്തെ ദിവസമാണിന്ന്. വളരെ പ്രസിദ്ധനായ ഒരു പാട്ടുകാരനെയാണ് നമ്മളിന്ന് ഓർക്കുന്നത്, ബ്രഹ്മാനന്ദൻ. മനോഹരമായ പാട്ടുകളിലൂടെ നമ്മുടെ മനസ്സിനെ കീഴടക്കിയ ബ്രഹ്മാനന്ദൻ ജനിച്ചത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലുള്ള കടയ്ക്കാവൂരിലാണ് 1946. തുടക്കം മുതലേ പാട്ടുകളൊക്കെ അഭ്യസിച്ചിരുന്നു. മനോഹരമായ ഒത്തിരി പാട്ടുകൾ അദ്ദേഹത്തിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അഖിലേന്ത്യാ റേഡിയോ അവാർഡ് 1965 ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാട്ടിൻ്റെ വഴിയിലേക്ക് കടന്നു വരുന്നത്. 1999 ഋട്ടിക് അവാർഡും 2002 കേരള സാഹിത്യ നാടക അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രശസ്തരായ സംഗീത സംവിധായകന്മാർക്ക് വേണ്ടി അനേകം പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. ചില തമിഴ് പാട്ടുകളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ചുരുക്കം ചില സിനിമകളിലെ സംഗീത സംവിധാനവും അദ്ദേഹത്തിൻ്റെ മകൻ രാകേഷ് ബ്രഹ്മാനന്ദനും ഒരു പാട്ടുകാരനാണ്. വളരെ അനുഗ്രഹീതനായ ഈ പാട്ടുകാരൻ്റെ പാട്ടുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകൾ എന്ന് പറയുന്ന ഒന്ന് മാനത്തെ കായലിൽ മണപ്പുറത്ത് കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടാണ്. അതുപോലെ തന്നെ കാവ്യമേള എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രിയമുള്ളവളെ എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ താരകരൂപിണി, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിന് വേണ്ടി, പിന്നെ നീലനിശീതിനി, CID നസീർ, അനേകം പാട്ടുകൾ. മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു ആ പാട്ട്. അതുപോലെ തന്നെ ദേവഗായകനെ ദൈവം ശപിച്ചു, മാരിവിൽ ഗോപുരവാതിൽ തുറന്നു, ചന്ദ്രിക ചർച്ചിതമാം രാത്രിയോടെ, കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം, ഇങ്ങനെ അനേകം മനോഹരമായ പാട്ടുകൾ അദ്ദേഹത്തിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ട്രിബ്യൂട്ടുമായി നമുക്ക് തുടങ്ങാം. ബ്രഹ്മാനന്ദൻ എന്ന് പറയുന്ന അനുഗ്രഹീത ഗായകന് ട്രിബ്യൂട്ടുമായി മനോജ് കുമാർ സാർ എത്തുകയാണ്. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം മനോജ് സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. അപ്പോൾ സാബു സാറ് ആദ്യം തന്നെ ബ്രഹ്മാനന്ദൻ എന്ന ഗായകനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ശരിയാണ്, ബ്രഹ്മാനന്ദൻ പാടിയ പാട്ടുകളെല്ലാം മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത പാട്ട് മാത്രമാണ് അദ്ദേഹം പാടിപ്പോയത്. അപ്പോൾ ആ പഴയ നമ്മുടെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്നൊക്കെ പറയാവുന്ന ഏതാണ്ട് 70കളുടെയൊക്കെ തുടക്കത്തിലാണ് ഇദ്ദേഹവും ഗായകനായി വന്നത്. അന്ന് യേശുദാസ് എന്ന വടവൃക്ഷം നിൽക്കുമ്പോഴും ജയചന്ദ്രൻ എന്ന ഭാവഗായകനൊക്കെ നിൽക്കുമ്പോഴും ബ്രഹ്മാനന്ദൻ അതിൻ്റേതായിട്ടുള്ള ഒരു വഴിയിൽ കൂടെ പോയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഇന്ന് നമ്മൾ ഓർക്കാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ സമയം കണ്ടെത്തിയതിലും ഇങ്ങനൊരു ട്രിബ്യൂട്ട് എനിക്ക് സമർപ്പിക്കാൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. മലയാള സിനിമയുടെ സുവർണ യുഗത്തിലെ അനശ്വര ഗായകനായിരുന്നു കടയ്ക്കാവൂർ പാച്ചൻ ബ്രഹ്മാനന്ദൻ എന്ന KP ബ്രഹ്മാനന്ദൻ. 2004 ഓഗസ്റ്റ് 10 അദ്ദേഹം ഈ ലോകം വിട്ടു. ഗാനങ്ങളിലൂടെ ജീവിച്ച് ഗാനങ്ങളിലൂടെ തന്നെ എന്നേക്കുമായി അമരത്വം നേടിയ ഒരു കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ചുള്ള ഒരു അനുസ്മരണവും അവലോകനവുമാണ് മാറ്റിനി ഫ്രീ വെബിനാർ ഇന്ന് ചെയ്തത്. 1946
ഫെബ്രുവരി 22 തിരുവനന്തപുരം ജില്ലയിലെ കടക്കാവൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കടക്കാവൂർ സുന്ദരം ഭാഗവതർ ആണ് ആദ്യ സംഗീത ഗുരു. പ്രശസ്ത സംഗീതജ്ഞൻ DK ജയറാമിൻ്റെ കീഴിൽ അദ്ദേഹം കർണാടക സംഗീതവും പഠിച്ചിട്ടുണ്ട്. സംഗീതം പഠിക്കാനായി അമ്മ അയൽവാസിയിൽ നിന്ന് വായ്പെടുത്ത 1 രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുരു ദക്ഷിണ. 1966 അടികൽ ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത്. 1969 കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്കും അദ്ദേഹം പ്രവേശിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ K. രാഘവൻ മാസ്റ്റർ സംഗീതം ചെയ്ത മാനത്തെ കായലിൽ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനം. 160-ലധികം ഗാനങ്ങൾ 134-ലധികം സിനിമകൾക്കും വേണ്ടി അദ്ദേഹം പാടിയിട്ടുണ്ട്. 1 ഡസനോളം തമിഴ് ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ പാടി. മലയത്തിപ്പെണ്ണ്, കന്നി നിലാവ് എന്നീ 2 ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. ആകാശവാണി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ക്രിട്ടിക് അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി രൂപീകരിച്ച ഫൗണ്ടേഷൻ സംഗീത നാടകത്തിനായിട്ടുള്ള പ്രോത്സാഹനവും പദ്ധതികളും നടപ്പിൽ വരുന്നു. അതാണ് ബ്രഹ്മാനന്ദൻ ഫൗണ്ടേഷൻ. സംഗീത മികവിനായി ബ്രഹ്മാനന്ദൻ സ്മാരക അവാർഡും എല്ലാ വർഷവും നൽകി വരുന്നുണ്ട്. രാകേഷ് ബ്രഹ്മാനന്ദൻ, മകൾ ആതിര എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. രാകേഷ് മലയാള സിനിമയിലെ പുതിയ തലമുറയിൽപ്പെട്ട ഗായകരിൽ ഏറെ ശ്രദ്ധേയനാണ്. 2004 ഓഗസ്റ്റ് 10 തിരുവനന്തപുരം ജില്ലയിലെ കടക്കാവൂരിൽ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ വയസ്സ് വെറും 58 മാത്രം. KJ യേശുദാസ്, P. ജയചന്ദ്രൻ എന്നീ മഹാഗായകരുടെ യുഗത്തിൽ തനതായ ശൈലിയും സ്വര വൈഭവവും കൊണ്ട് മലയാളികളുടെ ഹൃദയങ്ങളിൽ ശ്വാസത സ്ഥാനം നേടിയ ഒരു ഗായകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ഹൃദയങ്ങളിൽ ശ്വാസതമായി തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അദ്ദേഹം പാടിയ ഓരോ ഗാനവും മലയാള സംഗീതത്തിന് ലഭിച്ച അമൂല്യ സംഭാവനകളാണ്. ബ്രഹ്മാനന്ദൻ എന്ന ഈ അനശ്വര കലാകാരനെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ സംഗീതം ആസ്വദിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലികൾ. ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, ചന്ദ്രിക ചർച്ചിതമാം രാത്രിയോടോ, ചമ്പകപ്പൂവന കുളിരിനോടോ, കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം, പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി. നീലനിശീതിനെ നിന്മണി മേടയിൽ താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ജയിച്ചത് ഞാനോ ഭഗവാനോ, കളിക്കുട്ടി ഞാനോ ഭഗവാൻ. അപ്പോൾ സബു സാർ, ഏതാണ് നമ്മൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ബ്രഹ്മാനന്ദൻ എന്ന് പറഞ്ഞ ഈ അതുല്യ അനശ്വര ഗായകന് സമ്മാനിക്കാൻ കഴിയുന്ന ഒരു ഓർമ്മ മാത്രമാണ്. വളരെ കുറച്ച് പാട്ടുകളെ അതിനകത്ത് നമ്മൾക്ക് ചേർക്കാൻ സാധിച്ചുള്ളൂ. എങ്കിലും എല്ലാ പാട്ടുകളും വളരെ മനോഹരമായി തന്നെ ബ്രഹ്മാനന്ദൻ പാടിയിട്ടുണ്ടായിരുന്നു. പേഴ്സണലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 5-6 സ്റ്റേജുകളിൽ അദ്ദേഹം നയിച്ച ഗാനമേളകളിൽ അന്നത്തെ കോങ്കോ ഡ്രമ്മറായിരുന്നു ഞാൻ. അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 5-6 പ്രോഗ്രാമിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പ്ലേ ചെയ്യാൻ കിട്ടും. വളരെ സൗമ്യനായ മനുഷ്യനാണ്. സംസാരം പോലും വളരെ പതിയെ, എല്ലാവർക്കും
വളരെ സൗമ്യത തോന്നിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തോടൊരു ബഹുമാനം തന്നെ തോന്നും. വളരെ പച്ചയായ, വളരെ സൗമ്യനായ, വളരെ സാധുവായ ഒരു മനുഷ്യനാണ്. പാട്ടിനോടൊക്കെയുള്ള ഡെഡിക്കേഷൻ വളരെ കൂടുതലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങളൊക്കെ മ്യൂസീഷ്യൻസ് നോക്കിയിട്ടുള്ളത്, എപ്പോൾ പാടിയാലും ആ റെക്കോർഡിൽ പാടുന്ന അതേപോലെ ഇരിക്കും. എപ്പോൾ പാടിയാലും ഒരു മാറ്റവും വരുത്തത്തില്ല അദ്ദേഹം. എന്നാൽ ചില ഗായകരൊക്കെ നമ്മൾ കേൾക്കുന്ന ഇപ്പോൾ ഒറിജിനൽ സോങ് ഉണ്ട്, റെക്കോർഡ് ചെയ്ത സോങ്ങിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ട് അവരുടെ അപ്പോൾ വരുന്ന തന്മയത്വവും അപ്പോൾ തോന്നുന്ന രാഗഭാവങ്ങളും ഒക്കെ ചേർത്തായിരിക്കും മിക്കവാറും ഗായകരൊക്കെ പാടാറുള്ളത്. പക്ഷേ ബ്രഹ്മാനന്ദൻ ചേട്ടൻ എന്നായിരുന്നു ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അത്ര ഒരു ചേട്ടൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ. അത് കഴിഞ്ഞിട്ട് രാകേഷിൻ്റെ കൂടെ, രാകേഷ് ഒരു പ്രാവശ്യം ദുബായിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മകൻ രാകേഷ് ബ്രഹ്മാനന്ദൻ്റെ കൂടെ ഒരു പ്രാവശ്യം സ്റ്റേജിൽ ഡ്രമ്മ് വായിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടും. അപ്പോൾ 2 തലമുറയിൽ ക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് പങ്കിടാനുള്ള ഒരു സൗഭാഗ്യം കിട്ടിയ ഒരു ചെറിയ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ബ്രഹ്മാനന്ദൻ എന്ന മഹാഗായകനോടുള്ള എല്ലാ ബഹുമാനത്തോടെയും ഈ ട്രിബ്യൂട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി എല്ലാം നേർന്നുകൊണ്ട് ഇവിടെ സമർപ്പിക്കേണ്ടത്. താങ്ക് യു സവർ. ഓവർ ടു യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു ട്രിബ്യൂട്ട് തന്നെയാണ്. ആ പാട്ടുകളെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ പാട്ടുകൾക്ക് പ്രത്യേകം പറഞ്ഞ സാർ പറഞ്ഞ പോലെ ആലാപന ശുദ്ധി, കറക്റ്റ് വാക്കുകൾ, സ്ഫുടമായ വാക്കുകൾ, അതുപോലെ തന്നെ നല്ല ഒരു നാടകീയത, അതുപോലെ തന്നെ ഒരു കാമുകത്വത്തിൻ്റെ ഭാവതീവ്രത, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ സവിശേഷതകളായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് വേണ്ടി അവസരങ്ങൾ തേടി പോയില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇത്രയും കുറച്ച് പാട്ടുകൾ. പ്രത്യേകിച്ച് സംഗീത സംവിധായകനായ അന്നത്തെ ഏറ്റവും പ്രമുഖനായിരുന്ന ജി ദേവരാജൻ മാസ്റ്ററും ബ്രഹ്മാനന്ദൻ തമ്മിലുള്ള ആ ബന്ധം അത്ര ഗാഢമായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുമുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ രാകേഷ്, അദ്ദേഹത്തിൻ്റെ മകൻ യേശുദാസിനെ കുറിച്ചും അദ്ദേഹം ഒരിക്കലും ഒരു ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്തിട്ടില്ല, എപ്പോഴും മുന്നോട്ട് തന്നെ ചേർത്ത് കൊണ്ടുപോവുകയായിരുന്നു എന്നൊക്കെ ഒരു യൂട്യൂബിൽ വീഡിയോയിൽ പറയുന്നതായിട്ടും കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ടുകളിലൂടെ നമുക്ക് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഒന്ന് ചേർത്ത് വയ്ക്കാം, ഒരു ട്രിബ്യൂട്ട് അർപ്പിക്കാം. 3-4 പാട്ടുകളേ ഉള്ളൂ. ആ പാട്ടുകളെല്ലാം നമുക്ക് പാടാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകളാണ്. അതിൽ ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് കാവ്യമേള എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി, ഇതല്ലേ സാറേ? അതെല്ലാം പേര് എഴുതിയിട്ടില്ല അല്ലേ? ഓക്കെ. പ്രിയമുള്ളവളെ, ഈ പാട്ടാണ് ആദ്യത്തെ നമ്മളുടെ പാട്ട്. അപ്പം ഈ പാട്ടൊന്ന് പാടി നമുക്ക് മുന്നോട്ട് പോകാം. മനോജ് സാർ ഒന്ന് പാടുമോ? പാടാമോ? 2-4 വരി പാടാം സാർ. പാടും. പ്രിയമുള്ളവളേ, പ്രിയമുള്ളവളേ, നിനക്കു വേണ്ടി പിന്നെയും സ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളേ, ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ, ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ, വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ, വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ, വികാര രാജാങ്കണത്തിൽ. പ്രിയമുള്ളവളേ, നിനക്കു വേണ്ടി പിന്നെയും സ്വപ്നോപഹാരം ഒരുക്കി ഞാൻ
നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളേ. പാലൊളിച്ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂ ചാരേ. പാലൊളിച്ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂ ചാരേ. ഹൃദയവും ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ. ഹൃദയവും ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ. പറയും കഥകൾ കേൾക്കാൻ. പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളേ. ഇത് എൻ്റെയും ഒരു വളരെ ഇഷ്ടമുള്ള ഒരു ഗാനങ്ങളൊന്നു തന്നെ. ഞാൻ പല വേദികളിലൊക്കെ ഈ ട്രാക്കൊക്കെ ഇട്ട് പാടാറുണ്ട്. എന്നെ പലരും കളിയാക്കാറുണ്ട്. എനിക്ക് പാട്ടുമായിട്ട് എന്തോ പ്രണയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയത്തിൻ്റെ തന്നെ എന്താണ് ഒരു പാട്ട് തന്നെയാണ്. അതിൻ്റെ വരികളെല്ലാം പ്രിയതമയ്ക്കാണ് എൻ്റെ എല്ലാ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വർണ്ണനകളും ഒക്കെയും. അപ്പോൾ അതാണ് ഈ പാട്ടിലെ ബ്രഹ്മാനന്ദൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. സാബു സാറ് അദ്ദേഹം പാടിയ ചെറിയ ചെറിയ ഭാവങ്ങളൊക്കെയും പാടാനും പാടാണ്. അദ്ദേഹത്തിന് മാത്രമേ അങ്ങനെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഗമകങ്ങളും അല്ലെങ്കിൽ ആക്സെൻറ്റുകളൊക്കെ ഉണ്ട് പാട്ടിൽ. അത് മറ്റുള്ളവർ പാടിയാലും അദ്ദേഹം പാടുന്ന അതേ ഫീലിൽ പോലും നമുക്ക് പാടാൻ പ്രയാസമുണ്ട്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ പാടാൻ ബുദ്ധിമുട്ടുള്ള പാട്ടുകളാണ് ബ്രഹ്മാനന്ദൻ ചേട്ടൻ പാടിയ എല്ലാ പാട്ടുകളും. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഇനി ആരാ പാടുന്നതെന്ന് പറയൂ. സാബു സാറേ, അതെ, കാവ്യമേളയിലെ പാട്ടല്ല, ഇല്ല പാടാനല്ല, അതിൻ്റെ എല്ലാം റോങ് ആണ്. ദക്ഷിണാമൂർത്തിയല്ല, വയലാറിൻ്റെ വരികളല്ല, എല്ലാം റോങ് ആണത്. എല്ലാം ശരിയായില്ലേ അപ്പൊ? ഇപ്പൊ എല്ലാം ശരി. തെക്കൻ കാറ്റ് എന്ന് പറഞ്ഞ പടത്തിലാണത്. അത് ഏറ്റ്യൂമറിന്റെ പാട്ടാണത്. ഏറ്റ്യൂമർ പി ഭാസ്കരൻ ഏറ്റ്യൂമർ കൂട്ടുകെട്ടാണത്. തെക്കൻ കാറ്റൊക്കെ പാടുന്നുണ്ടോ? ഇല്ല, ഞാനത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കോമ്പിനേഷൻ എടുത്തതാ. ഓക്കെ സാർ. മാറിപ്പോയി പാട്ട്. പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി 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 ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ. ചാരത്ത പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ. ചാരത പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ. വിശുദ്ധയായി വിരുന്നിടന്നു നീ എൻ്റെ വികാരരാജാങ്കണത്തിൽ. വിശുദ്ധയായി വിടന്നു നീ എൻ്റെ വികാരരാജാങ്കണത്തിൽ. വികാരരാജാങ്കണത്തിൽ. പ്രിയമുള്ളവളേ, ആലൊളി ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂ ചാരേ. ആലൊളി ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂ ചാരേ. ഹൃദയവും ഹൃദയ
മറയും കഥകൾ കേൾക്കാൻ ഹൃദയവും ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ പറയും കഥകൾ കേൾക്കാൻ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും അവതോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ. താങ്ക് യു. യെസ്. ഇനി ആരാണ് പാടാനുള്ളത്? അടുത്ത ഒരു 4 വരി. ഒരു 4 വരി ഞാൻ പാടാം. അപ്പോഴത്തേക്കും റെഡി ആയിക്കോളൂ. എല്ലാവരും ഒക്കെ പാടാൻ റെഡിയാണല്ലോ? ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ, ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാരരാജാങ്കണത്തിൽ, വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാരരാജാങ്കണത്തിൽ, വികാരരാജാങ്കണത്തിൽ. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ. ഓക്കെ, ഇനി ആരാണ് പാടുന്നത്? അൻസാരി സാറൊക്കെ പാടൂ. സാറേ ഞാൻ പാടാം, പക്ഷെ ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് എത്താനായി. അപ്പം അൻസാരി സാർ ഒന്ന് പാടിക്കോ എന്നിട്ട്. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ. ശരി ശരി. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുത്ത ഞങ്ങളെ ഏറ്റെടുത്തോളാം. ഓക്കെ. അടുത്ത 4 വരി. ഞാൻ പാടാൻ കേൾക്കണമെന്നില്ല. പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ, ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാരരാജാങ്കണത്തിൽ, വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാരരാജാങ്കണത്തിൽ. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും ഓക്കെ. രമാവതി മാം പഠിക്കും. സാറേ ഞാൻ പാടിക്കോട്ടെ? പഠിക്കൂ. ശരി, ഞാൻ വിഷയം ഒന്ന് ഇറങ്ങട്ടെ. സാറേ ഒരില്ല ഒന്നിറങ്ങിയെന്ന് പറ്റണേ. ഒരു മിനിറ്റ്. പ്രിയമുള്ളവളെ പിന്നെയും
സ്വപ്നോപഹാരം ഒതുക്കിയേ ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ വികാര രാജാങ്കണത്തിൽ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവ സ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ വരുന്നേ? ഞാൻ പാടാം സാറേ. പഠിക്കൂ. യെസ്, രമാദേവി പഠിക്കും. പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ വികാര രാജാങ്കണത്തിൽ പ്രിയമുള്ളവളെ. പാലോളി ചന്ദ്രനും പാതിരാക്കാറ്റും പതുങ്ങിനിൽ പൂജാരേ പാലോളി ചന്ദ്രനും പാതിരാക്കാറ്റും പതുങ്ങിനിൽ പൂജാരേ ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ പ്രിയമുള്ളവളെ. താങ്ക് യു സർ. താങ്ക് യു മാം. ഇനി ആരെങ്കിലും പാടി വരുന്നുണ്ടോ? പാലൊളിച്ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂ ചാരേ പാലൊളിച്ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂ ചാരേ ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ. നസീമ പാടിയില്ലേ? നസീമ പാടിയില്ല, ഒരു മിനിറ്റ്. നന്നായി പാടി സാർ.
പഠിക്കും. ഇല്ലാണ്ട് ചാര പ്രിയമുള്ളവളേ പ്രിയമുള്ളവളേ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളേ ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടർന്നു എൻ്റെ വികാര രാജാങ്കണത്തിൽ വികാര രാജാങ്കണത്തിൽ പ്രിയമുള്ളവളേ പാലൊളിച്ചന്ദ്രനും പാതിര കൂച്ചാരേ ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ പറയും കഥകൾ കേൾക്കാൻ പ്രിയമുള്ളവളേ. ഓക്കെ സാറേ. ഓക്കെ, ഇനി ആരൊക്കെങ്കിലും ഇവിടെ നമ്മുടെ ടോമി സാറാ വരുന്നില്ലേ? സ്നേഹത മാം വരൂ. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ വികാര രാജാങ്കണത്തിൽ പ്രിയമുള്ളവളേ പ്രിയമുള്ളവളേ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളേ. താങ്ക് യു സാർ. താങ്ക് യു മാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാനുണ്ടോ? ഇതൊക്കെ പാടാത്തതുകൊണ്ടുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ജോർജ് സാർ, കുഞ്ഞോയി മാസ്റ്റർ, ആർക്കെങ്കിലും? ഓമന മാം, റോയ് സാർ. സോറി സാർ, ഞാൻ പാടുന്നില്ല. സോറി സാർ. ഓക്കെ ഓക്കെ. താങ്ക് യു. ടോമി സാറ് ഇല്ല. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് അടുത്ത പാട്ടിപ്പോൾ? അടുത്ത പാട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നല്ല പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലൂടെ കെ.പി. ബ്രഹ്മാനന്ദൻ്റെ ഒരു മനോഹരമായ ഒരു ഗാനമാണ് മാനത്തെ കായലിൻ മണപ്പുറത്ത്. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുങ്ങിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി
വന്നെടുത്തു താമരക്കളിത്തോണി. ഓക്കെ, ആരാണ് പാടുന്നത്? വേണുഗോപാൽ സാർ പാടും. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാടിറങ്ങി വന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാടിറങ്ങി വന്നു. നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുകിയാൽ മെരുങ്ങാത്ത മാനിടാവേ. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വെക്കും. കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വെക്കും. കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ഉണരുണരൂ 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 മദനൻ വളർത്തുന്ന മണിപ്പിറാവേ. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഒരു 4 വരി. മാനത്തെ സൗണ്ട് വരുന്നില്ല. കേൾക്കാമോ? ആരാ പാടിയത്? 4 വരി പാടുമൊക്കെ. പാടുക. മാനത്തെ കായലിൽ മണപ്പുറത്തിൻ ഒരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. മാനത്തെ കായലിൽ മണപ്പുറത്തിൻ ഒരു താമര കളിത്തോണി വന്നോണി. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. മാനത്തെ കായലിൽ മണപ്പുറത്തുന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു. നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു. നിൻ കിളിവാതിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ മയക്കമെന്തേ
മയക്കമെന്തേ മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻ കിടാവേ. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. താങ്ക് യു. യെസ്, വെരി ഗുഡ്. സാറെ ഇനി പാടിക്കോട്ടെ. പ്രൊഫസർ പഠിക്കും. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്ത് താമര കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു. നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു. നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻ കിടാവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. താങ്ക് യു സർ. നല്ലൊരു പാടാം. ഓക്കെ. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു. നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോവാം. ഞാൻ പാടാം സാറേ. പഠിക്കാം. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. തങ്കം നിനക്കുള്ള ജഗമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു. നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു. നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. താങ്ക് യു സർ. സ്നേഹതമോ? മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി
വന്നെടുത്തു താമരക്കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു. നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മയക്കമെന്തേ, മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി. വന്നെടുത്തു താമരക്കളിത്തോണി. താങ്ക് യു സാർ. സാർ ഞാൻ പാടാം. പവനമ്മ പഠിക്കും. ഞാൻ പാടാം. ആ മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി. വന്നെടുത്തു താമരക്കളിത്തോണി. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി. വന്നെടുത്തു താമരക്കളിത്തോണി. തങ്ക നിനക്കുള്ള പിച്ചകമാലയുമാ സംക്രമപ്പൂനിലാവിറങ്ങി വന്നു. നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്ക നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു. നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മയക്കമെന്തേ, മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. ശ്രാവണി പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും. കാമുകിൽ മാലകൾ മടങ്ങിയെത്തും. ഉണരുണരൂ ഉണരുണരൂ ഉണരുണരൂ, മദൻ വളർത്തുന്ന മണിപ്പിറാവേ. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി. വന്നെടുത്തു താമരക്കളിത്തോണി. താങ്ക് യു. വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഓക്കെ. താരകരൂപിണി. കടുവാസറെ പറ്റേ പാടിയിരുന്നല്ലോ അല്ലേ? അപ്പൊ ഈ പാട്ട് ലാസ്റ്റ് പാട്ടായിട്ട് നമുക്ക് എടുക്കാം. താരകരൂപിണി താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തകൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. താരകരൂപിണി നിദ്രതീരത നീലവികായസിൽ നിത്യവും നീ പൂത്തി മിണ്ടി നിൽക്കും. നിദ്രതീരത നീലവികായസിൽ നിത്യവും നീ പൂത്ത് മിണ്ടി നിൽക്കും. സ്വപ്ന നക്ഷത്രമേ നിൻ ചിരിയിൽ സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും. താരകരൂപിണി നീ എന്നുമെന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തകൻ ചില്ലയിൽ പൂ
പാലപ്പൂവായിരിക്കും താരകരൂപിണി. ഓക്കെ, ഇതിന്റെ 2-3 വരി കൂടെ പാടും. ആരെങ്കിലും പാടുന്നുണ്ടോ? താരകരൂപിണി നീ എന്നുമെന്നൂടെ പാവനരോമാഞ്ചമായിരിക്കും. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവനരോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. താരകരൂപിണി നിദ്രതൻ തീരത നീലവിഹായത്തിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. നിദ്രതൻ നീരത നീലവിഹായത്തിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. സ്വപ്ന നക്ഷത്രമേ നിൻ ചിരിയിൽ സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും. താരകരൂപിണി കാവ്യവൃത്തങ്ങളിൽ ഓമനെ നീ നവ മാകന്ദമഞ്ജരി ആയിരിക്കും. കാവ്യവൃത്തങ്ങളിൽ ഓമനെ നീ നവ മാകന്ദമഞ്ജരി ആയിരിക്കും. ജന്മണി വീണതൻ രാഗങ്ങളിൽ സഖി സുന്ദരമോഹനമായിരിക്കും. താരകരൂപിണി നീ എന്നുമെന്നുടെ ശോഭാവനരോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. താരകരൂപിണി. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും? വേണുഗോപാൽ സാറേ, ഗംഭീരായിരുന്നു കേട്ടോ. സാറേ ഞാനൊന്ന് ട്രൈ ചെയ്യാം, എനിക്ക് അത്ര ഇതില്ല ഇത്. സാബു സാറേ, സാബു സാറേ, സാബു സാർ ഒന്ന് ട്രൈ ചെയ്യാൻ. ഓക്കെ, എനിക്ക് അത്ര ഒന്നും അറിയില്ല. താരകരൂപിണി നീ എന്നുമെന്നോടെ ഭാവനരോമാഞ്ചമായിരിക്കും. ഏകാന്ത ചില്ലതൻ ചില്ലയിൽ പൂവിടം ഏഴിലും പാലപ്പൂവായിരിക്കും. താരകരൂപിണി നിദ്രതൻ നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. നിദ്രതൻ നീരത നീലനിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. സ്വപ്ന നക്ഷത്രമേ നിൻ ചിരിയിൽ സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും. താരകരൂപിണി. താങ്ക് യു സർ. ജോഷി സാറേ. സ്നേഹിത മാം പഠി. താരകരൂപിണി നീ എന്നുമെന്നോടെ ഭാവനരോമാഞ്ചമായിരിക്കും.
ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിണി നീ എന്നും എന്നോട് ഭാവന രോമാഞ്ചമായിരിക്കും നിദ്രതൻ നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും സ്വപ്ന നക്ഷത്രമേ നെഞ്ചിരിയിൽ ദിവ്യ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും താരകരൂപിണി നീ എന്നും എന്നോട് ഭാവന രോമാഞ്ച ആയിരിക്കും ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. താങ്ക് യു സർ. ഓക്കെ മാം. ഇനി രമാദേവി മാം. ആ super. താരകരൂപിണി നീ എന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിണി നിദ്രതൻ നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും നിദ്രതൻ നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും സ്വപ്ന നക്ഷത്രമേ നെഞ്ചിരിയിൽ സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും താരകരൂപിണി കാവ്യവൃത്തങ്ങളിലോമനെ നീ നവമാകന്ത മഞ്ജരി ആയിരിക്കും കാവ്യവൃത്തങ്ങളിലോമനെ നീ നവമാകന്ത മഞ്ജരി ആയിരിക്കും എൻമണി വീണതൻ രാഗങ്ങളിൽ സഖി സുന്ദരമോഹനമായിരിക്കും താരകരൂപിണി നീ എന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിണി. താങ്ക് യു സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം റോയ് സാറേ ഏതെങ്കിലും പാടുന്നോ? അൺമ്യൂട്ട് ചെയ്ത് എന്നോടാണോ? ഏതായിരുന്നു? ഇതാണോ? റോയ് സാർ ഏതാ പാടുന്നതെന്ന് ചോദിക്കായിരുന്നു. ഏതായാലും പാടാം. ഓക്കെ, എന്നാ ഇത് പഠിക്കും. അതോ ആദ്യത്തെ ഏത് വേണം? ഇത് ഏതായാലും കുഴപ്പമില്ല, ഇത് ആയിക്കോട്ടെ. ശരി. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോഴി വന്നടുത്തു താമര കളിത്തോഴി വന്നടുത്തു മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോഴി വന്നടുത്തു താമര കളിത്തോഴി തങ്കം നിനക്കുള്ള ഇച്ചകമാലയുമായി സംഗമിപ്പൂനിലവിറങ്ങി വന്നു നിൻകിളിവാതിലിൽ പതുങ്ങിരുന്നു മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോഴി വന്നടുത്തു താമര കളിത്തോഴി. ഓക്കെ സർ. ഓക്കെ, ജോഷി സാർ വന്നായിരുന്നല്ലോ.
ഞാൻ വന്നു, പക്ഷെ എനിക്ക് ഇതൊന്നും വഴങ്ങുന്ന ലക്ഷണമില്ല. ഇത് ആദ്യത്തെ 4 വരി വഴങ്ങുമല്ലോ ഇത്. ഇത് പാടിക്കോ, കുഴപ്പമില്ല. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി. ഓക്കെ, ഞാനും അറ്റൻഡ് ചെയ്തു. യെസ്. ഇനി വേറെ ഇത് നോക്കുന്നുണ്ടോ റോയ് സാർ? താരകരൂപിണി നീ എന്നും എന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. താരകരൂപിണി നീ എന്നും എന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴപ്പാലപ്പൂവായിരിക്കും താരകരൂപിണി. ഓക്കെ സർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യണം? ബർസാദ് സാർ എന്തോ അൺമ്യൂട്ട് ചെയ്തായിരുന്നല്ലോ. ഞാൻ ഒന്ന് പാടാം. കാരണം ഞാൻ ഈ അൻസാരി സാറുള്ള വേദിയിൽ ഞാൻ പാടാറില്ല. കാരണം അൻസാരി സാറിൻ്റെ മുമ്പിൽ നമുക്ക് പാടാനൊന്നും എന്തുമാത്രം യോഗ്യനാണെന്ന് നമുക്ക് അറിയില്ല. കാരണം അത്രയ്ക്ക് വലിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. കാരണം അൻസാരി സാറാണെങ്കിൽ എല്ലാം പാടുകയും ചെയ്തു. ഇതാണോ? ഏതാണ് ഈ ഓക്കെ, നമുക്ക് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളൂ അല്ലേ സാറേ പാട്ട്? അല്ലേ, 3 പാട്ടാ? ഓക്കെ. ഞാൻ ഒരു കാര്യം, ഞാൻ ഈ താരകരൂപിണി തന്നെ ഒരു 4 വരി പാടാന്നു അല്ലേ? ആയിക്കോട്ടെ, അത് തന്നെ ആയിക്കോട്ടെ. താരകരൂപിണി താരകരൂപിണി നീ എന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിണി. നിദ്രതൻ നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. സ്വപ്ന നക്ഷത്രമേ നിൻചിരിയിൽ സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും താരകരൂപിണി. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ. നമ്മുടെ ഈ പരിപാടിയുടെ അവതരണം അതിമനോഹരമായിരുന്നു. ആദ്യത്തെ മനോജ് സാറിൻ്റെ അവതരണവും ആ ഒരു PPT കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഒരു 100 പേരെങ്കിലും പങ്കെടുക്കേണ്ട ഒരു പരിപാടിക്ക് എങ്ങനെ നമ്മളൊരു PPT അല്ലെങ്കിൽ ഒരു അവതരണം ഉണ്ടാക്കുമോ, അങ്ങനെയായിരുന്നു ഇതെല്ലാം ആരംഭിച്ചത്. താങ്ക് യു സാർ. താങ്ക് യു. ജോഷ് സാർ ഇതുകൂടെ പാടുന്നോ? പഠിയേക്കാം. താരകരൂപിണി താരകരൂപിണി നീ എന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിണി. ഓക്കെ സാർ. സാറേ നീല നിശിതിനി പാടിയ സാറേ? കേൾക്കുന്നില്ല.
പ്രിയമുള്ളവളെ. റോയ് സാറ്, ജോഷ് സാറ്, ഈ 4 വരിയും കൂടെ. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോഹകാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപകാരം. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മല പോലെ. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ. മതി സാർ. ഓക്കെ. പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവ സ്വപ്നോപകാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ. വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര ജനാങ്കണത്തിൻ്റെ പ്രിയമുള്ളവളെ. ഓക്കെ. സാബു സാറേ, യെസ്. നീലനിശീതിനി അത് പാടി സാറേ. അതിന്റെ 4 വരി പാടിക്കോട്ടെ പ്ലീസ്. ഇല്ല അതില്ലേ? നീലനിശീതിനി. അതെ. നീലനിശീതിനി നിൻമണിമേടയിൽ നിദ്രാവിഹീനയായി നിന്ന നിൻമലർവാടിയിൽ നീറുമോരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്ന് ഞാൻ കാത്തു നിന്ന്. അതൊരു നല്ല പാട്ടാ. ഇതിനെല്ലാത്തിൻ്റെ ഒരു റെപ്പിറ്റേഷൻസ് മറ്റേ പാട്ട് പോലെ തന്നെ. നിന്നു ഞാൻ കാത്തു നിന്നു എന്ന് പറഞ്ഞു. സോ ഓക്കെ, താങ്ക് യു. അപ്പോൾ മലയാറ്റൂർ മലയും കയറി വന്നിട്ടേ ഓക്കെ, അത് ചെയ്യാം. പറയാം. യെസ്. സാറേ ഞാൻ ലെഫ്റ്റ് ആട്ടെ. എനിക്കൊരു ഗ്രൂപ്പില് മാപ്പിളപ്പാട് മത്സരമുണ്ട് ഇപ്പൊ. മലയാറ്റൂർ മലയും പാടിക്കോ സാറേ. ഓക്കെ. ഞാനെന്തോ അവനെ ഒന്ന് സൂം ചെയ്തോട്ടെ. മലയാറ്റൂർ മലയും പാടിക്കും. മലയാറ്റൂർ മലയും കേറി ജനകോടികളെത്തുന്നു, അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്മലകേറ്റം. മലയാറ്റൂർ മലയും കേറി ജനകോടികളെത്തുന്നു, അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്മലകേറ്റം. പൊന്നിൻ കുരിശുമുത്തപ്പോ, പൊന്മലകേറ്റം. ഓക്കെ.
സാറേ ഞാൻ ഓക്കെ, ലെഫ്റ്റ് ആവുകയാണ്. മനോജ് സാറിനും താങ്ക്സ് സാറേ. നല്ല നല്ല ശരി ശരി. പരിപാടിയായിരുന്നു. ഓക്കെ, എനിക്കൊരു മാപ്പിളപ്പാട്ട് മത്സരം കോഡ് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഞാൻ പോട്ടെ. ടാറ്റ ബൈ ബൈ. ശരി ശരി. സോ ഇപ്പൊ ഇന്നത്തെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ബ്രഹ്മാനന്ദ് എന്ന് പറയുന്ന മനോഹര ഗായകന്റെ കുറേ പാട്ടുകൾ, ഏറ്റവും പ്രധാനമുള്ള കുറേ പാട്ടുകൾ നമ്മൾ ഓർത്തു. അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ടായിട്ട് നമുക്ക് ഓർക്കാം. ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് അദ്ദേഹം നമ്മളിന്ന് വിട്ടുപിരിഞ്ഞത്. അതിൻ്റെ ഓർമ്മയിൽ ഈ മാസം നമുക്ക് ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് എല്ലാവരും തന്നെ അത് പാടി. ഒരു വരിയാണെങ്കിലും 2 വരിയാണെങ്കിലും 2-3 പാട്ടുകളാണെങ്കിലും പാടി മനോഹരമായി. അതിനപ്പുറം എന്ത് ട്രിബ്യൂട്ട് അല്ലേ? സോ അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇപ്പം നാളത്തെ ദിവസം നമുക്ക് മനോജ് സാറിൽ നിന്ന് തവോയുടെ പുതിയൊരു അധ്യായത്തെക്കുറിച്ച് പഠിക്കാം. സോ താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. എന്ത് രസമായിട്ട് സാബ് സാർ പാടണം. അടിപൊളി. ഗുഡ് നൈറ്റ്. ഓക്കെ.